am in front of GM Associate. It's one of the structural engineering design training institute, construction company, a lab where you will get all end-to-end construction work support. So let's get and introduce the MT. They believe in creative teamwork, things, ideas, innovative. Obviously, all the construction company basically works on this pattern, but these people are one of the famous organization for this. So he's Mr. Girish, the MT of GM Associate. Hi. So I already told GM Associate is one of the major construction company, and they have almost every type of facilities, right from structural engineering. They have a training institute which is certified by State Council, and they have a lab. So they are into multiple things. They are an end-to-end construction company. So let's get more from him. Hi, sir. Hi. Actually, myself, I will introduce myself, Girish, representing GM Associates. We are in geostructural consultancy. എങ്ങനെ ഡ്യൂറബിൾ ആയിട്ട് അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പല നമ്മളിപ്പോ വരുന്ന പ്ലോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പണ്ട് കാലത്ത് ചിലപ്പോൾ ഫിൽ ചെയ്ത സ്ഥലങ്ങളോ കുളങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ പാടങ്ങളോ ആയിരിക്കാം. അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിപ്പോ വീടുകൾ വെച്ചിട്ടുള്ള പലരും പെട്ടുപോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ഇതേപോലെ ക്രാക്കുകൾ വന്നിട്ടുണ്ടായിരിക്കും, വീടുകൾ മറിഞ്ഞു പോകുന്നതും താഴ്ന്നു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ജിയോസ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്, ജിയോസ്ട്രക്ചറൽ കൺസൾട്ടൻസിന് എഞ്ചിനീയേഴ്സുമായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോ ഞങ്ങൾ ആക്ച്വലി ജിയോസ്ട്രക്ചറൽ കൺസൾട്ടൻസ് ആണ്. ആക്ച്വലി ഞങ്ങൾക്ക് 3 ഓഫീസാണ് ഉള്ളത് ഹോൾ കേരള. ഞങ്ങൾക്ക് കുന്നംകുളത്ത് ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, പിന്നെ തൃശ്ശൂര് ഞങ്ങൾക്കൊരു ജിയോസ്ട്രക്ചറൽ ലബോറട്ടറി ഉണ്ട്. അതായത് സോയിൽ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ക്യൂബ് ടെസ്റ്റിംഗ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ലാബ് ഉണ്ട്. അത് ISO സർട്ടിഫൈഡ് ആണ്. NABL കാലിബ്രേറ്റഡ് എക്യുപ്മെന്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ സാർ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് വന്നിട്ട് അവിടെ ഇപ്പൊ വേറൊരു എഞ്ചിനീയറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വന്നിട്ട് സാറിന്റെ ലാബിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഷുവർ ആയിട്ട് ഒരുപാട് ആളുകൾ, അതുപോലെ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ തൃശ്ശൂരിന് നമുക്കറിയാം ഇഷ്ടംപോലെ കോൺട്രാക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ട്, അതുപോലെ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് നമ്മുടെ ക്യൂബ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഓരോ മെറ്റീരിയൽസ്, സിമെന്റ്, സാൻഡ്, പ്ലാസ്റ്ററിംഗ് സാൻഡ്, മെയിൻലി ക്യൂബാണ് വരുന്നത്. അതായത് അതിന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് NDT ടെസ്റ്റ് പോലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. NDT ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. അപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു ബിൽഡിംഗ്, ഒരു പഴയ ബിൽഡിംഗ് നിൽക്കുന്ന ബിൽഡിങ്ങിന് നമ്മളിപ്പോ അതിലധികം കട്ടിങ്ങും കോർ കട്ടിങ്ങും ഒന്നും ഇല്ലാതെ വലിയൊരു ഡിമോളിഷിംഗ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നിൽക്കുന്ന ബിൽഡിങ്ങിന് എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോൺ ഡിസ്ട്രക്റ്റീവ്, അതിനാണ് നമ്മൾ NDT എന്ന് പറയുന്നത്. അപ്പൊ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്, റീബോൺ ഹാമർ ഒക്കെ ഉള്ള അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോ അങ്ങനെയുള്ള റിക്വയർമെന്റ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ റണ്ണിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സിന് നമ്മളിപ്പോ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള സ്ലാബിന് എത്ര സ്ട്രെങ്ത് വരുന്നുണ്ട്, ക്യൂബുകൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. സാറിന് കൺസ്ട്രക്ഷൻ കമ്പനീനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് തരാൻ പറ്റും? ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്, ലൈക്ക് ആരൊക്കെയാണ് ക്ലയൻസ്, ഏതൊക്കെ സ്ഥലത്ത് ചെയ്യുന്നത്? ആക്ച്വലി കൺസ്ട്രക്ഷൻ കമ്പനി ഞങ്ങൾക്ക് ഓൾറെഡി ഇപ്പോ കമ്പനിയായിട്ട് ഞങ്ങൾ ആദ്യം കുന്നംകുളത്തായിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാറഞ്ചേരിക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ GM കൺസ്ട്രക്ഷൻ എന്ന പേരിലുള്ള ഒരു കമ്പനി തന്നെ, GSTക്കുള്ള ഒരു കമ്പനി തന്നെ എറണാകുളത്ത് ഇപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്താണ് അതിന്റെ ഓഫീസ് വരുന്നത്. അപ്പൊ അതിൽ മെയിൻലി ഞങ്ങളുടെ ക്ലയൻസ് ഓൾ കേരള ഉള്ള എല്ലാ ക്ലയൻസും വരുന്നുണ്ട്. ഓൾ കേരള ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. അതില് മേജർ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LI ഗ്രൂപ്പിന്റെ ഒരുപാട് ഗോഡൌൺസ്, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ്, അങ്ങനത്തെ അങ്ങനത്തെ വർക്കുകളെല്ലാതും ഞങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അവരെ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, അവരുടെ വാല്യുവേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത്. മേജർ ക്ലയന്റ് ആണ്. മേജർ ക്ലയന്റ് ആണ്. അതല്ലാണ്ട് നേരെ കുറെ ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സുകൾ, അതുപോലെ ഇൻഡിവിജ്വൽ ക്ലയൻസിന് ഇഷ്ടംപോലെ. അതുപോലെ നമുക്ക് ഇപ്പൊ അടുത്തുള്ള, അതായത് ഓൾ കേരള ആയിട്ട് ഞങ്ങൾക്ക് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന കുറെ ക്ലയൻസുകളുണ്ട്. എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡ് വരെ ഞങ്ങൾ ഇതുപോലെ ഇൻഡിവിജ്വൽ ക്ലയൻസിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർവിഷൻ ഉള്ള രീതിയിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ എന്നുള്ള ഫുള്ളി ടൈൻകി എന്നുള്ള രീതിയിലും ചെയ്തു.
Also understood that you are also running a State Council certified program. So what could you give me some briefing about it? ആക്ച്വലി ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ഒരു ടൈം ബീങ് വരെ ഞങ്ങളൊരു 14 മുതൽ ഒരു 17 വരെ ഞാൻ ടീച്ചിങ്ങിൽ ഉണ്ടായിരുന്നു. ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു ചൈനീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ മഹേഷ് എന്റെ പാർട്ട്ണർ, അവനും റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടച്ച് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങള് കരിയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങള് ടീച്ചിങ്ങിലായിരുന്നു ആക്ച്വലി. അപ്പൊ ആ ടച്ച് എപ്പോഴും വിട്ട് കളയരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ, അതായത് ഫ്രഷേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല, പ്രാക്ടിക്കൽ നോളജ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇതേപോലെ ഒരു സ്റ്റഡ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന കോഴ്സുകളുണ്ട് കുറച്ച്. ഓട്ടോകാഡ്, അതുപോലെ എസ്റ്റിമേഷൻ, അതുപോലെ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റാഡ് പ്രോ, ഈ ടാബ്, അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിലൊക്കെയാണ് ഞങ്ങൾ ഈ സ്റ്റഡ് കൗൺസിലിന്റെ അപ്രൂവല് വാങ്ങിയിട്ട് ഈ കുന്നംകുളത്തെ ഓഫീസിൽ ഞങ്ങളുടെ സ്റ്റഡ് കൗൺസിലിന്റെ ഓതറൈസ്ഡ് ട്രെയിനിങ് സെന്റർ ആണ്. അത് ഞങ്ങളിപ്പോ ഓൾറെഡി ഇപ്പോ കുറച്ച് കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് ഒരു റീസെന്റ് ഇപ്പൊ കോഴ്സൊക്കെ കഴിഞ്ഞു, അവർ എക്സാമിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് കുട്ടികള് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ തേജസ് എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ ഈവൻ GEC പോലും കുട്ടികൾ ഇന്റേൺഷിപ്പിനും ട്രെയിനിങ്ങിനും ഇവിടെ വരാറുണ്ട്. ഓ ദാറ്റ്സ് ഫൈൻ സർ. സോ ഇത് ബേസിക്കലി ITI ഡിപ്ലോമ അല്ലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ്. ദാറ്റ്സ് ഫൈൻ. അതല്ലാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. അതായത് സ്റ്റഡ് കൗൺസിൽ എന്ന് പറയുന്നത് ആക്ച്വലി അവര് പ്രൊവൈഡ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാറ്റ് സെന്ററിൽ നമ്മൾ പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഓട്ടോകാഡ് പഠിക്കുകയാണെങ്കിൽ അവർ കുറെ ടൂൾസുകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മെയിൻലി ഞങ്ങള് ടൂൾസ് അല്ല, ഞങ്ങള് ജീവിക്കാനുള്ള മാർഗമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ പ്ലാനിങ് ചെയ്യാം, അതായത് നമ്മൾ സാങ്ഷൻ ഡ്രോയിങ് ചെയ്യുന്ന രീതികൾ, അതുപോലെ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ചെയ്യുന്ന രീതികൾ, അത് പ്രാക്ടിക്കലി ഞങ്ങൾക്ക് ഇവിടെ വരുന്ന വർക്കുകൾ തന്നെയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റും അതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. That's fantastic, sir. Thank you so much. Thank you so much for your time. So, GM Associate ne patti endu detail venengilum digvirtual.com lund. So you can visit www.digvirtual.com to get more details about him as well as GM Associate. Thanks so much for your interview, sir. It's something fabulous, and we have learned a lot of things from you. And even I didn't knew that there are so many things which is actually there in structural engineering, and that was a fabulous thing. Thank you so much. Thank you. This is the classroom they got. They got a conference room here. And this is one of the office. And they have several other offices in Trichur. That is a lab.